നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാന് നേർക്ക് ആക്രമണം തുടങ്ങിയപ്പോൾ പൊതുവെ എല്ലാവരും കരുതിയിരുന്നതും അമേരിക്ക അവകാശവാദം ഉന്നയിച്ചിരുന്നതും രണ്ടാഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാ കണക്കൂട്ടുകളെയും തെറ്റിച്ചുകൊണ്ടാണ് ഇറാൻ പിടിച്ചു നിന്നത്. ഇപ്പോൾ വെടിനിർത്തൽ നിലവിലുള്ള കാലമാണ് എങ്കിൽ പോലും ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടക്കുന്നുമുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. അത് അമേരിക്കൻ കോൺഗ്രസ്സിനെ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ ഉള്ള വിശദാംശങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെ അമ്പരപ്പ് ഉണ്ടാക്കുന്നതാണ്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നാശനഷ്ടമാണ് അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് ഈ ഇറാൻ യുദ്ധം കാരണം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയുടെ 42ഓളം വരുന്ന യുദ്ധവിമാനങ്ങളും ഡ്രോണുകൾ അടക്കമുള്ള, ഡ്രോണെന്ന് പറയുമ്പോൾ ചെറിയ ഡ്രോണല്ല, വൻകിട ഡ്രോണുകൾ അടക്കമുള്ള 42 വിമാനങ്ങൾ അവർക്ക് അത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് തകർന്നുപോയി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എത്രയോ ആയിരക്കണക്കിന് കോടി ഡോളറിൻ്റെ നഷ്ടമാണ് ഇതിലൂടെ അമേരിക്കയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ തന്നെ F-15, F-35 എന്നീ വളരെ അതീവ മാരകമായ പ്രഹരശേഷിയൊക്കെ ഉള്ള മിസൈലുകളും ബോംബുകളൊക്കെ വഹിക്കാൻ കഴിവുള്ള വിമാനങ്ങൾ പോലും തകർന്നു വീണു. ഹെലികോപ്റ്ററുകൾ നഷ്ടമായി. അതുപോലെ അവരുടെ വളരെ സവിശേഷതയുള്ള പല ഡ്രോണുകൾ നഷ്ടപ്പെട്ടു. ചില വിമാനങ്ങൾ അവർക്ക് തന്നെ അമേരിക്കൻ സൈന്യത്തിന് നശിപ്പിക്കേണ്ടി വന്നതും നമുക്ക് ഓർമ്മയുണ്ട്. ഇറാൻ അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ട സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ട വൈമാനികനെ തേടി അമേരിക്ക നടത്തിയ തെരച്ചിലിനൊടുവിൽ ഇയാളെ ഏതാണ്ട് കണ്ടുകിട്ടുന്ന അവസ്ഥയിലെത്തിയപ്പോൾ ശത്രുക്കളുടെ വരവുണ്ട് എന്ന സംശയത്തിൽ ഇവർ വന്ന അമേരിക്കയുടെ തന്നെ 2 യുദ്ധവിമാനങ്ങൾ അവർ പൂർണ്ണമായി തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബോംബ് വെച്ച് തകർക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാനിൽ നടത്തിയ യുദ്ധം വലിയൊരു നഷ്ടക്കച്ചവടമാണ് എന്ന നിലയിലേക്കാണ് എത്തുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപിനെതിരെ ഉള്ള ശക്തമായ പ്രതിഷേധത്തിന് വഴിവെക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്ക എന്തിനാണ് ഇറാനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ പോലും ചോദിക്കുന്നത്. അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട മിസൈലുകളും അതുപോലെ വിമാനങ്ങളും ഡ്രോണുകളും ഒക്കെ തന്നെ വെറുതെ ഇറാനിൽ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞു എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വെല്ലിച്ചുകൊണ്ടെത്തുന്നത്. അമേരിക്കയുടെ അഭിമാനമായ 4 F-15 ഈ സ്ട്രൈക്ക് ഈഗിൾ വിമാനങ്ങൾ തകർന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 3 വിമാനങ്ങൾ മാർച്ച് 2-ന് കുവൈറ്റിന് മുകളിൽ വെച്ച് അവിടുത്തെ തന്നെ ചിലർ സാങ്കേതിക പിഴവ് കാരണമാണ് ഈ വിമാനങ്ങൾ വെടിവെച്ചിടേണ്ടി വന്നതെന്നുള്ള വാർത്ത നമ്മളെല്ലാവരും കണ്ടതുമാണ്. അതുപോലെ തന്നെയാണ് ഓരോ ഭാഗങ്ങളിലേക്കും അമേരിക്ക പറഞ്ഞയച്ച പോർവിമാനങ്ങൾ സംഭവിച്ച ദുരന്തങ്ങൾ. ചില വിമാനങ്ങൾ പൂർണ്ണമായും തകർന്നുപോയി എങ്കിൽ മറ്റു ചിലതിന് ഗുരുതരമായ തോതിലുള്ള തകരാറുകൾ, സാങ്കേതിക തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുള്ള വാർത്തകൾ പലപ്പോഴും സർക്കാർ പുറത്തുവിടാറില്ല എങ്കിലും അമേരിക്കയിലെ കുറേ മാധ്യമങ്ങളെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഈ യുദ്ധം വലിയൊരു കൈപ്പേറിയ അനുഭവമായി തന്നെ മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമസേന താവളത്തിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയുടെ 6 യുദ്ധവിമാനങ്ങൾ, അതായത് അവിടെ പാർക്ക് ചെയ്തിരുന്ന 6 യുദ്ധവിമാനങ്ങൾക്ക് ഗുരുതരമായ തോതിലുള്ള സാങ്കേതിക തകരാറ് സംഭവിച്ചതായിട്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് വിവിധ മാധ്യമങ്ങളുമായും അത് കൂടാതെ പ്രതിരോധ മേഖലയിലെ വിദഗ്ധരുമൊക്കെ തന്നെ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്കയുടെ ഒരു E-3 സെൻട്രി അവാക്സ് നിരീക്ഷണ വിമാനത്തിനും വളരെ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിമാനങ്ങൾ പലതും ഇനി ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണോ എന്ന് പോലും സംശയമാണ്. ഈ നിരീക്ഷണ വിമാനങ്ങളെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ചാരപ്പണി കൂടി നടത്തുന്ന വിമാനങ്ങളാണ്. അതിനെപ്പോലും കൃത്യമായി കണ്ടെത്തി അവയെ മിസൈൽ ആക്രമണത്തിലൂടെ ഇറാനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ തകരാറിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അമേരിക്കയെ ഇപ്പോഴും അമ്പരപ്പിക്കുകയാണ്. ഇറാൻ്റെ വ്യോമസേന ദുർബലമാണെങ്കിൽ പോലും അവരുടെ കൈവശമുള്ള മിസൈലിൻ്റെ വലിയൊരു ശേഖരമാണ് അവരുടെ കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും നാൾ പിടിച്ചിരുന്നത് എന്നും ഇനിയും അവരുടെ കൈവശം ധാരാളം മിസൈലുകളുണ്ട് എന്നും അവരുടെ 70% വരുന്ന മിസൈൽ ശേഖരം ഇപ്പോഴും ഇറാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ അമേരിക്കയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിനൊപ്പം തന്നെ ഇറാൻ ഇപ്പോഴും അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ ഇനി ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും. കാരണം ഈ ഒരു വെടിനിർത്തൽ കാലയളവ് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആയുധങ്ങൾ ശേഖരിക്കാനും നേരത്തെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ അവ തകർന്നുവെങ്കിലും അതിനടിയിലുള്ള തകർന്ന അവശിഷ്ടങ്ങൾക്കടിയിലുള്ള ആയുധങ്ങൾ വീണ്ടെടുക്കാനും അവ വീണ്ടും ശരിയാക്കിയെടുത്ത് പ്രവർത്തന സജ്ജമാക്കിയതായിട്ടുമാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഏതായാലും അമേരിക്കയ്ക്കും ഡൊണാൾഡ് ട്രംപിനുമൊക്കെ തന്നെ ഇതൊരു വലിയ തിരിച്ചടിയാണ് ഈ ഒരു റിപ്പോർട്ട്. കാരണം ഇത്രയധികം 42ഓളം വരുന്ന അവരുടെ വിമാനങ്ങളുടെ ഡ്രോണിൻ്റെയൊക്കെ ശേഖരം പൂർണ്ണമായി തകരുകയോ അതല്ലെങ്കിൽ പ്രവർത്തനക്ഷമം അല്ലാതാവുകയോ ചെയ്തു എന്ന് പറയുന്നത്
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. പണ്ട് വിയറ്റ്നാമിൽ യുദ്ധം ചെയ്യാൻ പോയ അമേരിക്കയുടെ അവസ്ഥയിലേക്കാണോ ഇപ്പോൾ ഇറാനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ അമേരിക്കയ്ക്ക് സംഭവിച്ചത് എന്ന് പോലും സ്വാഭാവികമായും പല പ്രതിരോധ വിദഗ്ധരും ചോദിക്കുന്നൊരു സമയം കൂടിയാണ് ഇത്. അമേരിക്കയ്ക്ക് യുദ്ധം ആരംഭിച്ച് തൊട്ട് പിന്നാലെ തന്നെ ഏതാണ്ട് 29 ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ഉണ്ടായത് എന്നാണ് ഒരു ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കാം അമേരിക്കയ്ക്ക് നഷ്ടമായത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള നാളുകൾ പരീക്ഷണത്തിൻ്റേത് തന്നെയാണ്. കാരണം സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ഇത്രയും വലിയ നഷ്ടം വരുത്തി വെച്ചിട്ട് അമേരിക്ക എന്ത് നേടി എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അമേരിക്കത്തിൽ ജയിച്ചോ എന്ന് ചോദിച്ചാൽ ജയിച്ചിട്ടുമില്ല. യുദ്ധമാകട്ടെ ഇപ്പോൾ വെടിനിർത്തൽ അനിശ്ചിതമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഒത്തുതീർപ്പോ സമാധാന സന്ധ്യ ഒന്നും തന്നെ ഉണ്ടാകാതെ ഇതിപ്പോഴും നീണ്ടുപോകുന്ന ഈ ഒരു സമയത്ത് അമേരിക്കയ്ക്ക് സംഭവിച്ച ഈ ഒരു വലിയ നഷ്ടത്തിന് അവിടുത്തെ ജനങ്ങൾ ട്രംപിനോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് അമേരിക്കയിലെ പ്രമുഖമായ വാർത്താമാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.